ദിവസങ്ങൾക്ക് മുൻപ്, അതായത് 2026 മെയ് 15 പ്രപഞ്ചത്തിന്റെ ഒരു നിഗൂഢ കോണിൽ വെച്ച് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ഭയങ്കരമായ ഒരു പാച്ചിൽ നടന്നു. നാസയുടെ ഏറ്റവും വിചിത്രമായ രഹസ്യങ്ങൾ ഒളിപ്പിച്ച ഒരു റോബോട്ടിക് ബഹിരാകാശ പേടകം ചൊവ്വയുടെ വെറും 3000 മൈൽ അരികിലേക്ക് അതിശക്തമായ വേഗതയിൽ പാഞ്ഞു ചെന്നു. ആരും പ്രതീക്ഷിക്കാത്ത നിമിഷത്തിൽ ചൊവ്വയുടെ ഗുരുത്വാകർഷണ വലയത്തിലേക്ക് ഇത് സ്വയം എടുത്തു ചാടുകയായിരുന്നു. എന്തുകൊണ്ടാണ് നാസ ഈ പേടകത്തെ ചൊവ്വയ്ക്ക് ഇത്രയും അരികിലേക്ക് അതിന്റെ വിരൽ തുമ്പിലൂടെ കടന്നു പോകാൻ അനുവദിച്ചത്? അവർ അവിടെ എന്താണ് ഒളിപ്പിച്ചു വെക്കുന്നത്? ഇതൊരു സാധാരണ ബഹിരാകാശ പഠനമാണോ, അതോ വരാൻ പോകുന്ന ഒരു ആഗോള ബഹിരാകാശ യുദ്ധത്തിന്റെയോ മനുഷ്യർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കോടിക്കണക്കിന് രൂപയുടെ ഒരു സ്വർണ്ണ കൊള്ളയുടെയോ തുടക്കമാണോ? ഇന്റർനെറ്റിൽ ഇപ്പോൾ ഏറ്റവും പുതിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ നാസ ദൗത്യത്തിന് പിന്നിലെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള ട്രെൻഡിങ് വീഡിയോകൾ ഇനിയും കാണാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുതേ. 16 സൈക്കി എന്ന സ്വർണ്ണ ചിഹ്നഗ്രഹം ശരിക്കും എന്താണ്? ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഭൂമിയിൽ നിന്നും ദശലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ അകലെയുള്ള ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലുള്ള ഒരു പ്രത്യേക മേഖലയിലേക്ക് പോകണം. അവിടെ ഒരു വിചിത്രമായ ചിഹ്നഗ്രഹമുണ്ട്. അതിന്റെ പേരാണ് 16 സൈക്കി. നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള ചിഹ്നഗ്രഹങ്ങൾ അല്ല എങ്കിൽ ഉൽക്കകൾ എന്ന് പറയുന്നത് വെറും പാറക്കല്ലുകളോ വലിയ ഐസ് കട്ടകളോ ഒക്കെയാണല്ലേ. എന്നാൽ ശാസ്ത്രലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് കണ്ടെത്തിയ ഈ 16 സൈക്കി എന്ന ചിഹ്നഗ്രഹം അങ്ങനെയല്ല. ഇത് പൂർണ്ണമായും കടുപ്പമേറിയ ലോഹങ്ങൾ കൊണ്ട് മാത്രം നിർമ്മിക്കപ്പെട്ട ഒരു അത്ഭുത പ്രപഞ്ച വസ്തുവാണ്. ഇരുമ്പ്, നിക്കൽ, പ്ലാറ്റിനം, അതിനൊക്കെ അപ്പുറത്തേക്ക് കോടിക്കണക്കിന് ടൺ തങ്കം അഥവാ ശുദ്ധമായ സ്വർണമാണ് ഇതിൽ ഒളിഞ്ഞു കിടക്കുന്നത്. ശാസ്ത്രജ്ഞരുടെ കണക്കുകൂട്ടൽ പ്രകാരം ഈ ഒരൊറ്റ ചിഹ്നഗ്രഹത്തിലുള്ള സ്വർണത്തിന്റെയും ലോഹങ്ങളുടെയും മാത്രം മൂല്യം എടുത്ത് നോക്കിയാൽ അത് ഏകദേശം 10,000 ക്വാഡ്രില്യൺ ഡോളർ വരും. അതായത് ലളിതമായി പറഞ്ഞാൽ ഈ ഒരു ചിഹ്നഗ്രഹത്തിലെ സമ്പത്ത് മുഴുവൻ ഭൂമിയിൽ എത്തിച്ച് മനുഷ്യർക്കിടയിൽ തുല്യമായി വീതിച്ചാൽ ഭൂമിയിലുള്ള ഓരോ സാധാരണക്കാരനും ഒരേ നിമിഷം ലക്ഷപ്രഭുക്കളോ കോടീശ്വരന്മാരോ ആയി മാറുമെന്ന്. ഭൂമിയിലെ സാമ്പത്തിക വ്യവസ്ഥയെ മുഴുവൻ ഒറ്റയടിക്ക് തകിടം മറിക്കാൻ പോകുന്ന ഒരു ഭീകര നിധിയാണ് ബഹിരാകാശത്ത് ഇങ്ങനെ വലം വെച്ച് കൊണ്ടിരിക്കുന്നത്. ഈ ഒരു മഹാനിധി ലക്ഷ്യമാക്കിയാണ് നാസ തങ്ങളുടെ അത്യാധുനിക പേടകമായ സൈക്കി 2023 ഒക്ടോബറിൽ ഭൂമിയിൽ നിന്നും വിക്ഷേപിക്കുന്നത്. ചൊവ്വയെ വെട്ടിച്ചുള്ള ആ പാച്ചിൽ ഈ റോബോട്ടിക് പേടകം 2029 മാത്രമേ ആ സ്വർണ്ണ ചിഹ്നഗ്രഹത്തിന് അടുത്ത് എത്തുകയുള്ളൂ. എന്നാൽ ഭൂമിയിൽ നിന്ന് അത്രയും ദൂരേക്ക്, അതും അതിശക്തമായ വേഗതയിൽ സഞ്ചരിക്കുക എന്നത് ശാസ്ത്രത്തെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയായിരുന്നു. നമ്മൾ വിചാരിക്കുന്നത് പോലെ ബഹിരാകാശ വാഹനം നേരെ ഒരു വണ്ടി ഓടിക്കുന്നത് പോലെ ഓടിച്ചു പോകാൻ സാധിക്കില്ല. കാരണം അതിനാവശ്യമായ ഇന്ധനം ബഹിരാകാശത്തെ എത്തിക്കുക അസാധ്യമാണ്. ഇവിടെയാണ് നാസയുടെ ശാസ്ത്രജ്ഞർ പ്രകൃതിയുടെ അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്രത്തിന്റെ ഏറ്റവും വിചിത്രമായ ഒരു തന്ത്രം ഉപയോഗിച്ചത്. അതിനെയാണ് ശാസ്ത്രലോകം ഗ്രാവിറ്റി അസിസ്റ്റ് അഥവാ ഗുരുത്വാകർഷണ സഹായം എന്ന് വിളിക്കുന്നത്. ഈ തന്ത്രത്തിന്റെ ഭാഗമായാണ് കൃത്യം 3 ദിവസം മുൻപ്, അതായത് മെയ് 15 ഈ പേടകം നേരെ ചൊവ്വയുടെ തൊട്ടരികിലേക്ക് പാഞ്ഞു ചെന്നത്. ചൊവ്വയുടെ അതിശക്തമായ ഗുരുത്വാകർഷണം ഈ പേടകത്തെ ഉള്ളിലേക്ക് വലിച്ച് താഴേക്ക് വീഴ്ത്താൻ നോക്കി. നമ്മൾ കുട്ടിക്കാലത്ത് കവണയില് കല്ല് വെച്ച് വലിച്ച് ഒരൊറ്റ ഏർ കൊടുക്കില്ലേ, അതേപോലെ ചൊവ്വയുടെ ആ വലിയ ആകർഷണ ശക്തി പേടകത്തെ ഉള്ളിലേക്ക് വലിച്ച് അതിന് അതിഭീകരമായ ഒരു വേഗത നൽകി ചൊവ്വയുടെ വശത്തു നിന്നും ഒരൊറ്റ തള്ളലോടെ പ്രപഞ്ചത്തിന്റെ ആഴങ്ങളിലേക്ക് തെറിപ്പിച്ചു വിട്ടു. ഒരു തുള്ളി ഇന്ധനം പോലും അധികം ചിലവാക്കാതെ ചൊവ്വയുടെ സ്വന്തം ശക്തി മോഷ്ടിച്ചുകൊണ്ട് നാസയുടെ പേടകം ഇപ്പോൾ ആ സ്വർണ്ണ ചിഹ്നഗ്രഹത്തിലെ ഭ്രാന്തമായ വേഗതയിൽ കുതിക്കുകയാണ്. ഈ മെയ് 15 പാച്ചിൽ വിജയകരമായി പൂർത്തിയാക്കിയ വാർത്തയാണ് ഇപ്പോൾ ആഗോള മാധ്യമങ്ങളിൽ വൻ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കഥ ഇവിടെ ഒന്നും തീരുന്നില്ല. ഇതിനപ്പുറത്തേക്ക് ചില നിഗൂഢമായ കഥകളും കോൺഫറൻസ് തിയറികളും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇത്രയും അടുത്തുകൂടി, അതായത് ചൊവ്വയുടെ വെറും 3000 മൈൽ അരികിലൂടെ ഈ പേടകം കടന്നു പോയപ്പോൾ ചൊവ്വയുടെ ഉപരിതലത്തിൽ നിന്നോ അന്തരീക്ഷത്തിൽ നിന്നോ നാസയുടെ അതീവ രഹസ്യ ക്യാമറകൾ എന്തെങ്കിലും വിചിത്രമായ സിഗ്നലുകളോ ദൃശ്യങ്ങളോ കണ്ടെത്തിയോ? നാസ എപ്പോഴും സാധാരണ ജനങ്ങളിൽ നിന്നും പല കാര്യങ്ങളും മറച്ചു വെക്കാറുണ്ട് എന്ന് മുൻകാല ചരിത്രങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുമല്ലോ അല്ലെ. രണ്ടാമത്തെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു ചോദ്യമാണ്,
വരും കാലങ്ങളിൽ 2029 ഈ പേടകം അവിടെ എത്തി ഈ ചിഹ്നഗ്രഹത്തെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ മനുഷ്യർ അവിടെ ഖനനം ആരംഭിക്കുമോ? അമേരിക്കയ്ക്ക് പുറമെ ചൈനയും റഷ്യയും ഇതിനോടകം തന്നെ ബഹിരാകാശ ഖനനത്തിനായി തങ്ങളുടെ രഹസ്യ ദൗത്യങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞു. ഭൂമിയിലെ പണത്തിന് വേണ്ടിയുള്ള യുദ്ധങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ പ്രപഞ്ചത്തിലെ ഈ ഭീമൻ സ്വർണ്ണഖനി സ്വന്തമാക്കാൻ വൻ ശക്തി രാജ്യങ്ങൾ തമ്മിൽ ബഹിരാകാശത്ത് ഒരു യുദ്ധത്തിന് തുടക്കമിടുമോ? അമേരിക്കയുടെ ഈ പുതിയ നീക്കം ചൈനയെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ശാസ്ത്രീയ വശത്തേക്ക് വരാം. എന്തുകൊണ്ടാണ് ഈ ഒരു ചിഹ്നഗ്രഹം പൂർണ്ണമായും ലോഹങ്ങൾ മാത്രമായി മാറിയത്? ശാസ്ത്രജ്ഞർ പറയുന്നത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ സൗരയൂഥം രൂപപ്പെടുന്ന സമയം ഏതോ ഒരു വലിയ ഗ്രഹം വന്ന് ഇടിക്കുകയും രൂപം കൊള്ളാൻ പോയ ഒരു പുതിയ ഗ്രഹത്തിന്റെ ഉള്ളിലെ കാമ്പ് മാത്രം, അതായത് കോർ മാത്രം വേർപെട്ട് പുറത്തേക്ക് തെറിച്ചു പോവുകയും ചെയ്തതാണ് ഈ 16 സൈക്കി എന്നാണ്. അതായത് ഭൂമിയുടെ ഉള്ളറകൾ എന്താണെന്ന് നമുക്ക് നേരിട്ട് പോയി പഠിക്കാൻ കഴിയില്ല. എന്നാൽ തകർന്നു പോയ ഏതോ ഒരു പഴയ ഗ്രഹത്തിന്റെ ഉള്ളറയാണ് ഈ ചിഹ്നഗ്രഹം രൂപത്തിൽ അവിടെ കിടക്കുന്നത്. അതിനെ പഠിക്കുന്നതിലൂടെ ഭൂമി എങ്ങനെ ഉണ്ടായി എന്നും പ്രപഞ്ച രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. പ്രപഞ്ചത്തിലെ ഈ കോടികളുടെ സ്വർണ്ണനിധിയും നാസയുടെ ഈ പുതിയ വിചിത്ര പാച്ചിലുകളും മനുഷ്യന്റെ ഭാവി ഒരു പുതിയ യുഗത്തിലേക്ക് നയിക്കുമോ? അതോ വൻ ശക്തികൾ തമ്മിൽ ഒരു വലിയ വിനാശത്തിന് കാരണമാകുമോ? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ശരിക്കും ബഹിരാകാശത്ത് മനുഷ്യർ ഖനനം നടത്തുന്നത് സുരക്ഷിതമാണോ? നിങ്ങളുടെ കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ ദയവായി താഴെ രേഖപ്പെടുത്തുക. വീഡിയോ നിങ്ങൾക്ക് പുതിയൊരു അറിവ് തന്നു എന്ന് വിശ്വസിക്കുന്നു. ഇത്തരം പുതിയ ട്രെൻഡിങ് വിഷയങ്ങളും മിസ്റ്ററികളും എപ്പോഴും നിങ്ങളിലേക്ക് കൃത്യമായി എത്താൻ ഫാക്ട്സ് പ്രൈം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ അറിവ് ഷെയർ ചെയ്യുക. വിചിത്ര കഥയുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.